ആക്ച്വലി ഇതെൻ്റെ മൂന്നാമത്തെ ടേക്കാണ് കേട്ടോ. പുറകിൽ ടി വി ഇട്ടേണ്ട ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. മൈക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് സൗണ്ട്സൊക്കെ അങ്ങോട്ട് വരും, നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പം ഞാനിന്ന് ആക്ച്വലി എൻ്റെ ഫ്രണ്ടുണ്ട്, അമ്പൂരിയിലാണ് അവളുടെ വീട്. അപ്പം ആര്യ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കാണും. അപ്പം അവളുടെ വീട്ടിലേക്ക് നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അമ്പൂരിയല്ല, ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസാണ്. അപ്പോൾ കുറേ വീഡിയോസ് എടുക്കാം, അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായാലും പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളും കാണും, സ്വാഭാവികം, അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ്. വ്ലോഗ് ഓവറാവണ്ട വല്ലം പറ ചേട്ടൻ. ക്യാമറ വരുമ്പോ എല്ലാവർക്കും ഉള്ള ഒരു വൃത്തികെട്ട സ്വഭാവമാണ് സൈലന്റ് ആവും. അല്ല, നീ സൈലന്റ് അല്ല. എനിക്ക് ആരെങ്കിലും ഒരു എന്തെങ്കിലും സബ്ജക്ട് ആര്യ ഉണ്ടെങ്കിൽ ഇവൻ കുറച്ച് വൈബ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇവൻ സൈലന്റ് ആയിട്ടിരിക്കും. ചുമ്മാ ഈ ക്യാമറ ഓഫ് ആകുമ്പോ മിണ്ടാതിരിക്കും കേട്ടാ. അങ്ങനെ നമ്മളിതാ ഇപ്പം ഇതെവിടെ കേട്ടാ കാട്ടാക്കട എത്താറായെന്നാണ് തോന്നുന്നത്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഞാനാണ് നോക്കുന്നത്. നോക്കി പോവാണ്. നൈസായിട്ട് നോക്കിയാണ് സൈഡിൽ കൂടെ. നല്ല ക്ഷീണമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്നലെ വരെ ഓഫീസ് നമുക്കൊരു വൃത്തികെട്ട ഷിഫ്റ്റാണ്. ഉച്ചയ്ക്ക് 12:30 തുടങ്ങി. ഒരു മിനിറ്റ്, അതല്ല ഈ കട്ടർ കഴിയട്ടെ. ഉച്ചയ്ക്ക് 12:30 തുടങ്ങിയാൽ രാത്രി 9:00 തീരുന്നത്. അപ്പം രാവിലെ നമുക്ക് സമയം കിട്ടാറില്ല, രാത്രിയും സമയം കിട്ടാറില്ല. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ട്. അങ്ങനെ നല്ല ക്ഷീണമുണ്ട് എനിക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും. അമ്പൂരി ഇനി എങ്ങനെ പോലും ഒരു അരമണിക്കൂറിൽ കൂടുതൽ എടുക്കും അവിടെ എത്താൻ നേരത്ത്. ഞാൻ പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചില്ല. ലാസ്റ്റ് നമ്മൾ ആര്യയുടെ വീട് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 800 മീറ്ററേ കാണിക്കണുള്ളൂ. സത്യം പറയാലോ, ഒരു കാട് എനിക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പം. അങ്ങനെ നമ്മളത് ആര്യയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടി നിക്കറൊക്കെ ഇട്ട് നിൽക്കുകയാണ്. വീഡിയോ എടുക്കണുണ്ടെന്ന് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹായ് ഹായ് ഹായ്. ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചെന്നാണ് പറയണ. കൊളായെന്ന് പറയണുണ്ട്, കണ്ടറിയാം. ആര്യ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ ബീഫാണ്. എല്ലാം നടക്കൂടെ? ബിരിയാണി പ്രോസസ്സിംഗിലാണ്. ഇത് ബിരിയാണി, ഇത് ബീഫ്. ഇന്ന് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് വന്നിരിക്കുന്നത്. അല്ല, ആര്യയുടെ ആ ഒരു ഒറിജിനാലിറ്റി വരട്ടെ, ആ ചന്ത സംസാരം വരണം എനിക്ക്. നമ്മളിന്ന് പൊളിക്കുമല്ലോ. നിങ്ങളത് കഴിച്ച് നോക്കിയിട്ട് പറ കേട്ടാ. നാളെ പുറകോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയുണ്ടാവുക മൗനമായി കേട്ടിരുന്ന കാര്യങ്ങൾ. മെല്ലെ മെല്ലെ വിപ്ലവങ്ങളൊക്കെ അവസാനിക്കും. ഇതിനേക്കാൾ വലിയ കൊള്ളാടി നോക്ക്. സംസാരിക്കണമല്ല അതിനകത്ത്.
ഇപ്പോൾ അതാ ആര്യയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഇവിടെ വന്ന് ഭയങ്കര ക്ഷീണമൊക്കെ എപ്പോഴും ഫുഡ് കഴിച്ച് ഞാൻ ഒന്ന് കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്ത് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പുറത്ത് പോയിട്ട് കാണിച്ചു തരാം.